ചെരാതുകൾ എന്നുള്ള പാട്ട് ഭയങ്കര മെറ്റഫോറിക് സോങ്ങാണ്. പകലിൻ നനമേ തോർത്താനിറങ്ങും വെയില, അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും പശുവും കിടാവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനരിയും കുരലുകളെല്ലാം എൻ്റെ ആ പാട്ടിന്റെ പേര് പക്ഷെ എല്ലാവരും പറഞ്ഞ വേറെന്തോ അല്ല, എന്താണ് പുഴുപുലികൾ എന്നാണ് ആ പാട്ടിന്റെ പേര്. ശരിക്കും ആ പാട്ട് കൊച്ചിയുടെ ഒരു പക്ഷെ അതൊരു ഗ്ലോബലായ ഒരു ഇഷ്യൂ, ഭൂമി ആരുടേതുമല്ല എന്ന് സിയാറ്റിൽ മൂപ്പൻ്റെതായി പറയപ്പെടുന്ന ഒരു പ്രസ്താവനയുണ്ട്. കവിത എന്തോ വലിയ ആത്മാവിഷ്കാരം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചില വളരെ മുതിർന്ന ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, ഇത്രയും റൊമാൻറ്റിക്കായിട്ട് മനസ്സൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ, ഒരവസരം വരുമ്പോൾ ഞാൻ കഴിയുന്നത്ര മയക്കുമരുന്ന് കടത്തും പോലെ എൻ്റെ ആശയങ്ങൾ കടത്താൻ ശ്രമിക്കും, വാക്കുകൾ കടത്താൻ ശ്രമിക്കും. മുസ്ലിം റിസർവേഷനിലാണ് ഈ മാപ്പിളപ്പാട്ട് കിടക്കുന്നത്. വർഷത്തിൽ ഒരു മുസ്ലിം സ്ലോട്ടായിരുന്നു, പള്ളിപ്പാട്ടാ അത്. മുത്തുപ്പെണ്ണെ മോഹനമേ എന്നാണ് പാടുന്നത്. ഈ കിസ്മത്തിലൊക്കെ പാട്ടില്ലേ, അത് ഇപ്പൊ പൊന്നാനിയുടെ ഒരു എലമെന്റ് അതിനകത്ത് വരുന്നുണ്ടല്ലോ. ഇപ്പം കിസ്മത്തിൽ പൊന്നാനി വരുന്നുണ്ട്. ഇപ്പൊ നേരത്തെ കമ്മട്ടിപ്പാടത്തിൽ പറയുന്ന സമയത്ത് പറ അതില് എന്തായിരുന്നു കൊച്ചി എന്നുള്ള എലമെന്റ് വരുന്നുണ്ട്. മാലിക്കിലെ പാട്ടില് തീരമയില് ലക്ഷദ്വീപ് വരുന്നുണ്ട്. ഈ ജോഗ്രഫിക് ഫീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് മിക്കപ്പോഴും സാറിന്റെ വരികളിൽ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ രീതിയിൽ അത് റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പാട്ടുകൾ കൊച്ചി ബേസ് ആയിട്ട് വരുന്നുണ്ട്. പൊക്കാളിപ്പാടങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആ സിനിമ കമ്മട്ടിപ്പാടുന്നത്. അതിൽ പ്രധാനമായിട്ട് ആ പാട്ടാണ്, ഞാനരിയും കുരലുകളെല്ലാം എൻ്റെ ആ പാട്ടിന്റെ പേര് പക്ഷെ എല്ലാവരും പറഞ്ഞ വേറെന്തോ അല്ല, എന്താണ് പുഴുപുലികൾ എന്നാണ് ആ പാട്ടിന്റെ പേര്. ശരിക്കും ആ പാട്ട് കൊച്ചിയുടെ ഒരു പക്ഷെ അതൊരു ഗ്ലോബലായ ഒരു ഇഷ്യൂ, ഭൂമിയെ സംബന്ധിച്ച് ഭൂമി ആരുടേതുമല്ല എന്ന് സിയാറ്റിൽ മൂപ്പൻ്റെതായി പറയപ്പെടുന്ന ഒരു പ്രസ്താവനയുണ്ട്. റെഡ് അമേരിക്കൻസിന്റെ മൂപ്പനായിരുന്നു, ചീഫ്റ്റനായിരുന്ന അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ആണോ എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടും കൂടെയാണ് ആ പാട്ട്. അത് സോ ഇറ്റ്സ് എ ഗ്ലോബൽ ഓൾസോ. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഗ്ലോബൽ വൈൽ ഇറ്റ് എക്സ്പ്രസ് ദ കൺസേൺസ് ഓഫ് കൊച്ചിൻ, അഗ്രേറിയൻ കൊച്ചി, അതായത് നമ്മുടെ പൊക്കാളിപ്പാടങ്ങൾ. പൊക്കാളി എന്നുള്ള വാക്ക് തന്നെ എൻ്റെ തൊണ്ട്. അതുപോലെ അതിൽ അഴകിയ നസികാളി, അത് കുറെ കൂടെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ്. അത് സജിത എന്ന് പറഞ്ഞിട്ട്, ഡോക്ടർ സജിത എന്ന് പറഞ്ഞിട്ട് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ കാർഷിക ഗാനങ്ങൾ, പ്രത്യേകിച്ച് എറണാകുളം തൃപ്പൂണിത്തുറ പൊക്കാളിപ്പാടങ്ങളുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാർഷിക ഗാനങ്ങളിൽ റിസർച്ച് ചെയ്ത് അതിലാണ് അവരുടെ PhD. അവരുടെ PhD തീസിസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് എനിക്ക് അതിൻ്റെ അത്ര ഒരുപാട് മെറ്റീരിയൽ കിട്ടുന്നത്. അപ്പോൾ സജിതയുടെ റിസർച്ച് വർക്ക് എന്നാണ് ഒരുപാട് വാക്കുകൾ എനിക്ക് കിട്ടുന്നത്. അവരൊരുപാട് വാക്കുകൾ, പഴയ വാക്കുകൾ. പിന്നെ ഞാൻ അവിടെ വൈറ്റില, ഞാൻ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിന് പറയുകയും ചെയ്തു, വൈറ്റില റൈസ് റിസർച്ച് സെൻറ്ററിൽ ഞാൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തതാണ് ഒരുപാട് വർഷം, കേരള സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഞാൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റ് വിങ്ങിലായിരുന്നു. അന്ന് ഞാൻ റൈസ് റിസർച്ച് സെൻറ്ററിൽ ഓഡിറ്റിന് പോയ എല്ലാ കൊല്ലവും പോകും. അപ്പോൾ എനിക്ക് ഈ പൊക്കാളിപ്പാടങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് കിട്ടുന്നതും, എനിക്ക് അവിടെ പോയാൽ അവിടെ നിന്ന് വളന്തക്കാട്, പിന്നെ കണ്ടൽ കാണാൻ പോകാം, അങ്ങനെയൊക്കെ ഒരുപാട് എറണാകുളത്തിൻ്റെ ഒരു പാരിസ്ഥിതികമായ ഒരുപാട് കോൺട്രഡിക്ഷനുള്ള സ്ഥലങ്ങളിൽ കൂടെ മൂവ് ചെയ്യാനുള്ള അവസരം അവിടെ നിന്നാണ്, വൈറ്റില റിസർച്ച് സെൻറ്ററിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് സുഹൃത്തുക്കൾ അവിടുത്തെ രേഖകളിൽ നിന്ന് കിട്ടിയിട്ട്, അവിടുത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കുറച്ച് രേഖകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, മസ്റ്റർ റോളുകൾ. അതിൻ്റെ അകത്ത് അന്ന് ഈ പദം കൂലി കൊടുക്കുന്ന നെല്ലായിട്ടാണ്. അപ്പോൾ ഈ അത്ര വിശദമായ മസ്റ്റർ റോൾ എഴുതുമായിരുന്നു പണിക്കാർക്ക്. അപ്പോൾ എത്ര പണി ചെയ്തു, എത്ര പദം കൊടുത്തു, എന്തിനം നെല്ല കൊടുത്തതെന്നും കാണാം. അപ്പം ഈ ഒരുപാട് പഴയ ഇനം നെല്ലുകളുടെ പേര് എൻ്റെ അടുത്തുണ്ടായിരുന്നു, പിന്നെ ഈ ആളുകളുടെ പേര് എൻ്റെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ആ രേഖകൾ ആ റെഫറൻസുകൾ ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എഴുതിയെടുക്കുകയൊക്കെ ചെയ്തു. ഈ പേരുകൾ, വിത്തുകളുടെ, ഇപ്പോൾ ചൂട്ടുപൊക്കാളി, മറ്റേ പൊക്കാളി, മറിച്ച പൊക്കാളി, ഓരുപ്പാണ്ടി, ആനക്കൊമ്പൻ, ഇതൊക്കെ ഒന്നും ഇപ്പം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അങ്ങനെ വിത്തുകൾ, അത്തരം വിത്തുകളുടെ പേരൊക്കെ ആ ബ്രിട്ടീഷ് രേഖകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അക്കാലത്ത്. അതുപോലെ തന്നെ സജിതയുടെ തീസിസ് എൻ്റെ അകത്താണ് മേജറായ പല എലമെൻറ്റ്സ് ഞാൻ എടുത്തിട്ടുള്ളത്. കൊല്ലത്തിലും പൊട്ടലിലും നെല്ലും കിട്ടി എടുത്തും കൊണ്ട് അതിന് ആളിൽ വരുന്നൊരു വിഷ്വൽ ഉണ്ടല്ലോ, അതിൻ്റെ അതൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടിയതാണ്. ആ തീസിസിൻ്റെ അകത്ത് റെഫർ ചെയ്യുന്ന ചില കൃതികളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് നമ്മുടെ വായനയിൽ നിന്നും ഇമാജിനേഷനിൽ നിന്നും മറ്റുള്ളവരുടെ ഗവേഷണങ്ങളിൽ നിന്നും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ പൂർവ്വകാലത്തെയും നമ്മുടെ ഭാഷയുടെയും ഒക്കെ എലമെൻറ്റ്സ് എടുക്കേണ്ടത്. അങ്ങനത്തെ സ്ഥലത്ത് താൻ ചോദിച്ച സ്ഥലത്തെക്കുറിച്ചാണ്. സ്ഥലത്തെക്കുറിച്ച് എഴുതുമ്പോൾ ആ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. പിന്നെ എനിക്കൊരു നല്ല ഒരു ആൻറ്റീനയുള്ള ആളായിരിക്കണം. ഞാൻ ഇതൊക്കെ എഴുതാതെ തന്നെ, എഴുതുന്നതിന് മുമ്പൊക്കെ തന്നെ എവിടെ പോയാലും അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങൾ തൽപരനായ ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ തലയിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ കാണും, അറിവിയൊക്കെ ഉണ്ട്. എന്നാലും വർക്ക് ചെയ്യുമ്പോൾ അതൊക്കെ ഓർമ്മ വരും, അല്ലെങ്കിൽ ഓർത്തെടുക്കും ഞാൻ.
പിന്നെ ഇപ്പോൾ ശരിക്കും ഇൻ്റർനെറ്റിൻ്റെ സഹായം വലിയ സഹായമാണ്. നമുക്ക് മറന്നുപോയി ഓർത്തെടുക്കാൻ ഗൂഗിൾ ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓർമ്മ വരും പലരും. അങ്ങനെയും എനിക്ക് പല സഹായങ്ങളും കിട്ടാറുണ്ട്. ഇപ്പം ഈ കൊച്ചി മാത്രമല്ല കേട്ടോ, കൊച്ചിയുടെ പാട്ടുകൾ ഇപ്പം കൊല്ലത്തെക്കുറിച്ച് ഞാനൊരു പാട്ട് ചെയ്തു. കൊല്ലം കണ്ടോടാ ഒരു പാട്ട് ജസ്റ്റ് ചെയ്തതാണ്. അത് കൊല്ലം പട്ടണത്തെ കുറിച്ചുള്ള പാട്ടാണ്. പിന്നെ തിരുവനന്തപുരത്തെ കുറിച്ചാണ് തെക്കൻ തല്ലി കേസുള്ള തിരുവനന്തപുരത്തിൻ്റെ പരിസരത്തുള്ള ഭാഷയും ഒക്കെയാണ് എൻ്റെ. അതില് ഭാഷാ പ്രയോഗങ്ങൾ തന്നെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നമ്മള് സാധാരണ അതിപ്പം സിനിമയിൽ സാധാരണ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു പ്രത്യേക രീതി, തിരുവനന്തപുരം ഭാഷ എന്ന് പറഞ്ഞിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് ഒരു കാലത്ത് ഒരു പർട്ടിക്കുലർ രീതികൾ ഉണ്ടായിരുന്നല്ലോ. അതെ, അതൊന്ന് മാറി നമുക്ക് ഇത്തരം ഭാഷകൾ, ഇത്തരം വാക്കുകൾ നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു തോട്ടിലേക്ക് ആ തെക്കൻ തല്ലി അത് പ്രൊമോ സോങ് ആയിട്ട് മാത്രം ഇറക്കിയതായിരുന്നു പ്രേമനെയ്യപ്പം. മറ്റേ പാട്ട് എൻ്റെ അടുത്തുണ്ട്, എന്തൊരു കണ്ണട എൻ്റെ അടുത്തുണ്ട്. അത് പിള്ളേർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് വർക്ക് ചെയ്തവർക്കും നിമിഷയ്ക്കൊക്കെ വലിയ ഇഷ്ടമാണ്, ആസ്വദിച്ചാരൊക്കെ ചെയ്തിട്ട്. അതുപോലെ തന്നെ ഈ മെയിൻ സ്ട്രീം സിനിമ, അതുവരെയുള്ള മെയിൻ സ്ട്രീം ഇപ്പോഴും അതെ, ഒരുതരം ഈ മധ്യ കേരളത്തിൻ്റെ തെക്കൻ തിരുവിതാംകൂറിലെ വള്ളുവനാടൻ സ്ലാങ് ഭാഷയിൽ ഇപ്പോൾ വർത്തമാനം നായികമാരൊക്കെ വള്ളുവനാടൻ ഭാഷ സംസാരിക്കുക, പാട്ടുകളിലും ഇവിടുത്തെ അമ്പലങ്ങളും ഇവിടുത്തെ ഹൈന്ദവ സംസ്കാരം വലിയ കൂടിയതാണെന്നുള്ളതിൽ വരിക. ഇറൻ്റെത്ത് കൊണ്ട് അമ്പലം ചുറ്റുന്നതൊക്കെ എഴുതുള്ളൂ. അപ്പോൾ അതൊക്കെ പൊളിക്കാവുന്നൊരു സംഭവമുണ്ട്. അത് ഞാൻ കുറച്ച് ഡെലിബറേറ്റ് ആയിട്ടും തന്നെ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വിഷ്വലി ഇപ്പം നമ്മളിപ്പം വലിയ ഭംഗിയുള്ള ഗാർഡനിൽ വെച്ചിട്ടാണല്ലോ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഒരു സമയത്ത് പ്രധാനപ്പെട്ട സംഭവം ഇപ്പോഴും ഗാർഡനിൽ മരം ചുറ്റുന്നില്ല എന്നുള്ളേ ഉള്ളൂ. ആ ഒരു സോഫിസ്റ്റ് ഒരുതരം കളർഫുള്ളായ ഒരു നഗരവാസികളെ നഗരത്തിലെ ഇടത്തരക്കാരെ തൃപ്തിപ്പെടുത്തുന്ന തരം വിഷ്വൽ ബ്യൂട്ടിയെ കുറിച്ചിട്ടുള്ളൊരു മാനദണ്ഡമുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടലിൻ്റെ കണ്ടൽ പാട്ടേ, അതൊക്കെ ഇറ്റ് വാസ് ഡെലിബറേറ്റ്. കണ്ടലിൻ്റെ മുകളിൽ നിന്ന് മൂത്രം ഒഴിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം നമ്മൾ പ്രേമത്തെയൊക്കെ ഈ മിഡിൽ ക്ലാസിൻ്റെ ഈ ശുദ്ധിവാദത്തിൽ കൂടെ മാത്രം കാണുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ സിനിമ വിഷ്വൽ സംസ്കാരത്തിൽ പോലും, അല്ലെങ്കിൽ സിനിമയുടെ ഒരു നരേറ്റീവ് ആഖ്യാന സംസ്കാരത്തിൽ. അതൊക്കെ കുറച്ച് ഡെലിബറേറ്റും കൂടെ തന്നെയാണെന്ന് കൂട്ടിക്കൂടുക. ഈ തീരമേ എന്ന് പറയുന്ന പാട്ട് അത് ആ സമയത്ത് ലക്ഷദ്വീപ് ചുട്ടുപൊള്ളുന്ന ടോപ്പിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ലക്ഷദ്വീപിനെ മനോഹരമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും കൂടെ പാട്ട് വരുന്നത്. ഇപ്പം ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കാണാൻ ഭംഗിയുള്ള എന്നുള്ളത് മാത്രമായിരുന്നല്ലോ ഒരു പൊതുബോധം ഉണ്ടായിരുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് ലക്ഷദ്വീപിൻ്റെ യാഥാർത്ഥ്യം, അല്ലെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്, എങ്ങനെയാണ് ആ സന്ദർഭങ്ങൾ എന്നുള്ളത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറയുന്നു. അതേപോലെ തന്നെ അതിൽ തുടക്കത്തിൽ ഉപയോഗിക്കുന്നത് അത് ഓൾമോസ്റ്റ് അവിടുത്തെ പാട്ടാണ്. അപ്പൊ അതിനെയൊക്കെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെയൊക്കെ പിക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അതിലൊരു ഹൈ കിട്ടാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഞാൻ പഴയ ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പുതിയ പാട്ട് എഴുതേണ്ടതില്ല. അത്രത്തോളം നമ്മുടെ ഭൂമിക്കടിയിൽ വെള്ളം പോലെ നമ്മുടെ ജനകീയ സംസ്കാരത്തിൻ്റെ അടിത്തട്ടുകളിലും മേൽത്തട്ടുകളിലും പല അടരുകളിലുമായിട്ട് ഫോക്ക്ലോറിൻ്റെ അകത്ത് ഒരുപാട് പാട്ടുകളും ശീലുകളും കിടപ്പുണ്ട്. അത് നമ്മൾ മനുഷ്യൻ മരിച്ച് അവൻ്റെ ശവം പിന്നെ മറ്റ് എല്ലാ ജീവികളും ചേർത്ത് അതിൻ്റെ ശവം അടിഞ്ഞിട്ട് പെട്രോൾ ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ തന്നെ ഇത് പെട്രോളായിട്ട് കിടപ്പുണ്ട്. അവിടെ നിന്ന് ഇത് കോരി എടുക്കുന്ന പണി നമ്മൾ ചെയ്യാറില്ല. വാസ്തു ഇത് ആവശ്യത്തിന് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അത് മതി. അത്രത്തോളം കാര്യം നൂറ്റാണ്ടുകളിൽ ആയിരക്കണക്കിന് വർഷങ്ങളുടേതാണിത് ഒരു പാരമ്പര്യം എന്നൊക്കെ പറയുന്നത്, എല്ലാ പാരമ്പര്യങ്ങളും. അപ്പോൾ അവിടെ കുഴിച്ച് നോക്കാതാണ് നമ്മൾ പുതിയത് മാത്രം. എനിക്കത് ഇഷ്ടമുള്ള പണിയാണ് ഈ പഴയ പാട്ടുകൾ തപ്പിപ്പോവുക. അപ്പം ഷാബാസും ഞാനും കൂടെ വർക്ക് ചെയ്ത ചീവിലോപ്പസ് എന്നുള്ള സിനിമ എൻ്റെ ആദ്യകാലത്ത് വർക്ക്, അതിൻ്റെ മുത്തുപെണ്ണെ മോഹനം എന്നൊരു പാട്ടുണ്ട്. അത് വലിയൊരു ഭാഗത്ത് ഉള്ള തമിഴ് സംസാരിക്കുന്ന ലത്തീൻ കത്തോലിക്കരായ മീൻപിടുത്തക്കാരായിട്ടുള്ള അവർ പാടുന്ന പാട്ടാണ്. പള്ളിപ്പാട്ടാ അത്. മുത്തുപെണ്ണെ മോഹനമേ എന്നാണ് പാടുന്നത്. അത് നമ്മളെടുത്തിട്ട് അതിനെ ടെമ്പോ കൂട്ടിയിട്ട് അത് ഷഹബാസിൻ്റെ ഒരു വർക്കും കൂടെയാണ് അത്. അപ്പോൾ അങ്ങനെ നമ്മൾ പലയിടത്ത് കിട്ടുന്ന പാട്ടുകൾ തന്നെ മേക്ക് ചെയ്യുക. അതുപോലെ എസ്രയിലെ പാട്ട് അത് ജൂതപ്പാട്ടാണ്. അത് ഞാനൊന്ന് ടൈലർ ചെയ്തിട്ടുള്ള എൻ്റെ ടൈലർ ചെയ്ത് അങ്ങോട്ട് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുത്തി മീറ്ററിൻ്റെ അകത്താക്കി എടുക്കുക. ചന്ദ്രപ്പുതു നാരി എന്നുള്ള ഇതുപോലെ അവിടുത്തെ ഒരു ഉമ്മ അവിടെ കയ്യക്ഷരത്തിൽ എഴുതിയത് വാട്സാപ്പിൽ അവിടുത്തെ ഒരു പയ്യൻ അവനിങ്ങനെ കുത്തിക്കളച്ച് അവനെ കൊണ്ട് റിസർച്ച് ചെയ്യിപ്പിച്ച് പല ഉമ്മമാരത്തും ഉപ്പമാരത്തും ഒക്കെ പറഞ്ഞു അയച്ച് പലയിടത്തും അവസാനം കിട്ടിയ സാധനമാണ് അത്. അപ്പം ഞാൻ കുറച്ച് ലക്ഷദ്വീപ് റിസർച്ച് ചെയ്തിട്ടുള്ള ആളാണ്.
അതുകൊണ്ട് എനിക്കറിയാം അവിടെ നിന്നെങ്കിലും കിട്ടുമെന്ന്. അപ്പോൾ കറക്റ്റ് അത് തന്നെ കിട്ടി. കല്യാണത്തിന് അവർ റിസീവ് ചെയ്യുന്ന പാട്ട് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വലിയ വർക്ക് ചെയ്യാം. പിന്നെ ഒരു ലക്ഷദ്വീപിലെ ഒരു പാട്ടിനെ ബേസ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു പാട്ടാണ് നായാട്ടിലെ പാട്ട് അപ്പലാളെ. അത് ഈ ഒക്ടോപ്പസിനെ കുറിച്ചിട്ടുള്ള ഒരു വളരെ മനോഹരമായൊരു ഫോക്ക് സോങ് ഉണ്ട് ലക്ഷദ്വീപിലെ. അതിൻ്റെ ആ ക്യാരക്ടറിനെ ആ സിറ്റുവേഷൻ എടുത്തിട്ട് വേറെ സ്ഥലത്തോണ്ട് ഫിറ്റ് ചെയ്തുണ്ടാക്കിയ പാട്ട്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. പുതിയത് ഒന്നിനെ പഴയത് ഇത് കുറേ സാധനം എടുത്ത് പുതിയത് ഉണ്ടാക്കാം. അതിൻ്റെ കോപ്പറേറ്റ് ആരും ചോദിച്ചു വരില്ല. ഈ ഭൂമിക്കടിയിലുള്ള ഓർമ്മകൾക്ക് പേറ്റൻറ്റ് കൊടുക്കണ്ട, ചരിത്രത്തിൻ്റെ അടിയിലുള്ള. അപ്പോൾ അത്തരം പണിയും ഒക്കെ പലതിനും സാധ്യത ഉണ്ടായിരിക്കെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയ കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മാത്രം ഡോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും പാരമ്പര്യത്തിൽ നിന്ന് മാത്രം, അമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാരമ്പര്യത്തിൽ നിന്ന് മാത്രം. ഇപ്പോൾ ഈവൻ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു മൊണോട്ടണി നമ്മൾ പാലിക്കാറുണ്ട്. മുസ്ലിം റിസർവേഷനിലാണ് ഈ മാപ്പിളപ്പാട്ട് കിടക്കുന്ന വർഷത്തിൽ. ഒരു മുസ്ലിം സ്ലോട്ടായിട്ടാണ്, ബാക്കിയൊക്കെ ഹിന്ദു സ്ലോട്ടെന്ന് പറയില്ലല്ലോ. അത് തന്നെ ഒരു ടിപ്പിക്കലൊരു സാധനമുണ്ട്. അത് വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ എല്ലാ സ്ഥലത്തും കുഴിച്ചാലും വെള്ളം കിട്ടും. അത് എനിക്ക് വാസ്തവത്തിൽ സ്വന്തമായിട്ട് എഴുതുന്നതിനേക്കാൾ ഇഷ്ടമുള്ള കാര്യം, ഇത് ഞാൻ മുമ്പ് ഇൻ്റർവ്യൂ ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ്, കഴിയുന്നത്ര ലിറിസിസ്റ്റുകളെ റദ്ദാക്കുന്ന പണിയാണത്. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ കുഴിച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര രസമുള്ള, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള. ഇപ്പോഴും ആർക്കും ആവശ്യമില്ലെങ്കിൽ പോലും ഞാൻ എവിടെ പോയാലും പാട്ടുകൾ ശേഖരിക്കും. വിലായത് ബുദ്ധയുടെ വർക്കിന് പോയിട്ട് മറയൂരിൽ എനിക്ക് ഇഷ്ടം പോലെ പാട്ടുകൾ കിട്ടി. ഞാനും ജെയ്ക്സും കൂടെ ഒരുപാട് സാധനങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണികൾ അതൊക്കെ നമ്മൾ ഏതെങ്കിലും കാലത്ത് പാട്ട് സിനിമയ്ക്ക് ഉപയോഗിക്കാം, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഉപയോഗിക്കാം, നമുക്കത് ആൽബം ചെയ്യാം. പിന്നെ അവരെ കൊണ്ട് തന്നെ വീണ്ടും പാടിക്കാം, റെക്കോർഡ് ചെയ്യിപ്പിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് ജോലികൾ. നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. ഇതിനൊക്കെ ഫണ്ടും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം. ഈ പറഞ്ഞ പോലെ സിനിമാ പാട്ടിനൊരു ഫോർമാറ്റിൽ നമുക്ക് നിൽക്കണം എന്നുള്ളതുണ്ട്, അത് മനസ്സിലാവും. അതിനൊരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറുള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോലും വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പാട്ടുകൾ ഇപ്പം ചിരമഭയമി ഭുവനം, അത് വളരെ പ്ലെയിൻ ആയിട്ട് നോക്കുന്ന സമയത്ത് രണ്ടുപേര് മറ്റൊരു ദേശത്തു നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും അതിന്റെ വരികളിലേക്ക് പോയി കഴിയുമ്പോൾ അത് പാലായനത്തിന്റെ വേദന കൂടെയാണല്ലോ അത് പറയുന്നത്. ഇത് പാലായനം ചെയ്തു പോവേണ്ടി വരുന്ന അഭയാർത്ഥികളായിട്ട് മാറുന്ന മനുഷ്യർക്കുണ്ടാവുന്ന വേദന കൂടെ ആ വരിക്കകത്ത് ഉണ്ടാവുന്നുണ്ട്. ഇത്തരത്തിൽ ഇൻഡയറക്ട്ലി മീനിങ്സ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കൊണോട്ടേഷൻ അതിനുണ്ടാവണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അർത്ഥത്തിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഇല്ലാത്ത തരം മ്യൂസിഷ്യൻസും സംവിധായകരും ലിറിസിസ്റ്റുകൾ പോലും കണ്ടേക്കാം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ആ സിറ്റുവേഷൻ ഒത്തു നിന്നാൽ എന്നുള്ള കഴിയുന്ന അതൊരു വലിയ തെറ്റാണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിക്കകത്ത് അതൊന്നും തെറ്റൊന്നും അല്ലേ ആയിരിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറെ സ്കൂളിൽ നിന്ന് വന്നതാണ്. എനിക്ക് മീനിങ് വേണം. നമ്മൾ കൊടുക്കുന്ന മീനിങ് ഫുൾ ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിയുന്നത്ര ട്രൈ ചെയ്യും. ഇപ്പം ഡയറക്ടർക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യുകയും ചെയ്യും. നമ്മൾ ഒരു അപ്ലൈഡ് ആർട്ടാണത്. പക്ഷെ കഴിയുമെങ്കിൽ ചില റെസണൻസ് ഓഫ് മീനിങ്, വ്യംഗ്യാർത്ഥങ്ങൾ, ചില ധ്വനനങ്ങൾ ഒക്കെ പാട്ടിൽ കൊണ്ടുവരിക. അങ്ങനെ സിറ്റുവേഷൻ കിട്ടിയ വലിയ സന്തോഷമാണ് നമുക്ക്. നമ്മൾ അങ്ങനെ ജീവിച്ച ഒരാളാണ്. കവിതയിലായാലും ജീവിതത്തിലായാലും നമ്മളൊരു പൊളിറ്റിക്കൽ പൊസിഷൻസ് ഒക്കെ എടുക്കേണ്ടി വന്ന സന്ദർഭങ്ങൾ എടുക്കുന്ന പലതരം എതിർപ്പുകളോടൊപ്പം നിൽക്കാൻ ആഗ്രഹമുള്ള ആളുമൊക്കെയാണ്. നമ്മൾ പെർഫെക്റ്റ് ഒന്നാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനത്തെ രുചിയും പക്ഷങ്ങളും ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ടിലൊരു ഒരവസരം വരുമ്പോൾ ഞാൻ കഴിയുന്നത്ര മയക്കുമരുന്ന് കടത്തും പോലെ എൻ്റെ ആശയങ്ങൾ കടത്താൻ ശ്രമിക്കും, വാക്കുകൾ കടത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ എനിക്കെപ്പോഴും അൺറൊമാൻറ്റിക് ആയ വാക്കുകൾ, നനുത്തതല്ലാത്ത വാക്കുകൾ പാട്ടി കയറ്റിവിടാൻ വലിയ ആഗ്രഹമുള്ള ആളാണ്. ചിലപ്പോൾ എന്നെ കൊണ്ട് മ്യൂസിഷ്യൻസ് വെട്ടിക്കും, സംവിധായകൻ വെട്ടിക്കും, പ്രൊഡ്യൂസർ പോലും വെട്ടിക്കും ചിലപ്പോൾ. പക്ഷെ എങ്കിലും ഞാൻ വീണ്ടും ട്രൈ ചെയ്യും. ചിലത് കയറി പോവുകയും ചെയ്യും. നമ്മളൊരു ലോറിയിൽ സാധാരണ ചരക്ക് കൊണ്ടുപോകുന്ന ലോറിയിൽ കുറച്ച് മയക്കുമരുന്ന് കടത്തുന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിത് കടത്തി വിടുക എന്നുള്ളതാണ്. അങ്ങനെ ക്രമേണ എങ്ങും എത്താത്ത റോഡ് നീ എന്നൊരു വരിയുണ്ട്, ലിറ്റിൽ മിസ് റാവത്ത്. അതിൽ സിനിമകൾ ഉഗ്രം പാട്ടുകളായാലും അതൊന്നും ആരും കേട്ടിട്ടുണ്ടോ എനിക്ക് കേട്ടിട്ടുണ്ട്. ആ പാട്ട് അത് നല്ല പാട്ടാണ്. ആ പാട്ട് ഞാനും ഗോവിന്ദ് കൂടി ചെയ്ത് ഏറ്റവും നല്ല പാട്ടാണ് എൻ്റെ അടുത്തുള്ള. എങ്ങും എത്താത്ത റോഡ് നാം എന്ന് പറയുന്നൊരു വരിയുണ്ട്. അപ്പോൾ ആ റോഡെന്നുള്ള വാക്ക് ഒരു സങ്കടം പിടിച്ചൊരു റൊമാൻറ്റിക് സോങ്ങിൻ്റെ അകത്ത് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിർത്തിയത്. അപ്പോൾ ഇപ്പം എനിക്ക് എല്ലാവരും ഇത് തന്നിട്ടുണ്ട്, റോഡെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ. ആരും ഇപ്പോൾ ചോദിക്കാറില്ല. ഈ പാട്ടിലുണ്ടല്ലോ എങ്ങോട്ടാന്നുള്ള പാട്ടിൽ ഈ റോഡ് എങ്ങോട്ടാന്നൊക്കെ പറയും. അപ്പം നമ്മൾ നിത്യോപയോഗം വഴി ചില സമ്മതിപ്പിച്ചെടുക്കേണ്ടി വരും. ആ ജോലി ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പം എങ്ങോട്ടാണെങ്കിലും താക്കോലാണെങ്കിലും ഇതൊക്കെ കുട്ടികളുടെ പാട്ടാണല്ലോ. ഇപ്പം ഡയറക്റ്റ്ലി ഇത് പറയുന്ന സമയത്ത് ഒരു കുട്ടി പഠിക്കുന്ന ഒരു പാട്ടാണ്
പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സിനിമ എന്താണോ പറഞ്ഞു വെക്കുന്നത് അതിൻ്റെ ഒരു ഗ്ലിംസ് നമുക്ക് ആ പാട്ടിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളുടെ പാട്ട് എഴുതുന്നത് കൂടുതൽ പ്രയാസമുള്ള പരിപാടിയാണോ? ഇപ്പോൾ സിനിമയിൽ കുട്ടികളുടെ പാട്ട് അങ്ങനെ കാര്യമായിട്ട് ആരും ഉപയോഗിക്കാറില്ല. പോപ്പ് മീഡിയത്തിൽ കുട്ടികളാരും മൈൻഡ് ചെയ്യാറില്ല വാസ്തവത്തിൽ. അപ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ പാട്ട് എഴുതാനുള്ളൊരു അവസരം ഉണ്ടാകുന്ന ഇപ്പോൾ ആദ്യമായിട്ടാണ്. ഒരു നഴ്സറി റൈം പോലത്തെ കാക്കേ കൂടെ ഇവിടെ എന്നുള്ള ആ മോഡലിലുള്ളൊരു പാട്ട് എഴുതാനായിട്ടാണ്. അത് തന്നെയായിരുന്നു റെഫറൻസ് പറഞ്ഞത്. അപ്പോൾ അതൊരു ടാസ്ക് ആയിട്ട് എടുത്തു. പിന്നെ നമ്മുടെ ഏതൊരു പോയറ്റിൻ്റെയും, ഞാനിപ്പം കവിയുടെ പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ അതിനെ കണ്ടത് ആ പാട്ട് എഴുതാൻ പറഞ്ഞത്. ഏതൊരു കവിക്കും ഉള്ള വലിയ സ്വപ്നങ്ങളൊന്നാണ് വളരെ സിമ്പിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതുക എന്ന് പറയുന്നത്. കവികൾക്ക് വേണ്ടതാണ്. എല്ലാ കവികൾക്കും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ശരിക്കും ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ കുട്ടികളുടെ ഒരു പുസ്തകമൊക്കെ ചെയ്യണം എനിക്ക് ആഗ്രഹമുണ്ട് വാസ്തവം. അപ്പോൾ ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്ന, അവരുമായിട്ട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരം കവിത, ഒരു റൈം പോയം, അത് ആ നിലയ്ക്ക് തന്നെയാണ് അത് എഴുതിയത്. അപ്പോൾ പിന്നെ അത് വളരെ മൈൽഡ്, വളരെ മിനിമൽ സാധനം വെച്ചിട്ട് അവൻ ട്യൂൺ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ മീറ്റർ നമ്മൾ ഏതാണ്ട് കാക്കേ കൂടെ ഇവിടെ കൊടുത്തിട്ട് സിമ്പിൾ മീറ്റർ ആദ്യമേ പാലിച്ചിരുന്നു. പിന്നെ ഞങ്ങളുടെ ഡിസ്കഷൻസിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. ശരിക്കും ഒരു ബേസിക് സീഡ് ഐഡിയ ശരിക്കും ചിദംബരത്തിൻ്റെയാണ്. പിന്നെ വേറെ ഒരു ഐഡിയ ഞാനും പറഞ്ഞു വന്നു. ഞങ്ങൾ ആ രണ്ടും എഴുതി നോക്കിയപ്പോൾ ഇത് തന്നെയാണ് വർക്കാവുന്നത്. പിന്നെ ഇപ്പോൾ കുറേ വെർഷൻസ് ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. മാറ്റിമറിച്ച് പല വെർഷൻസും നല്ലതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതേറ്റവും പ്രിസൈസ്ഡ് ആവണമായിരുന്നു, ഏറ്റവും സിമ്പിളർ ആവണമായിരുന്നു. അപ്പോൾ സിമ്പിളാക്കാൻ വേണ്ടി ഓരോന്നായിട്ട് മാറ്റി വെട്ടി കളയുമായിരുന്നു. അങ്ങനെ ഏറ്റവും സിമ്പിളും ഏറ്റവും പ്രിസൈസ്ഡും ആയിട്ടുള്ള വെർഷൻ എത്തിയപ്പോൾ നമ്മൾ നിർത്തി. അതാണ് ഇപ്പം കമ്പോസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഇപ്പം ഇത്രയും വ്യാപകമായി അത് കേൾക്കുമെന്നും കുട്ടികൾക്കൊക്കെ പഠിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത്രയും വളരെ അല്ലേ? അതെ, എനിക്കതിൽ ചോദ്യമല്ല, എനിക്കതിൽ തോന്നിയത് ഇപ്പം നമ്മുടെ ഉള്ളിലൊരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടി എപ്പോഴോ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു പാട്ട് പോലെ അല്ലല്ലോ ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ഫ്ലൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ച പോലെ. എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് കുട്ടികൾ. നമ്മളതിനെ ഇവോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അത് എന്നൊക്കെ എല്ലാവരുടെയും ഉള്ളിൽ മരിക്കും വരെയും കാണും ഒരു കുട്ടി. നമ്മുടെ ഓർമ്മയിൽ നമ്മളുടെ കുട്ടിയായിരുന്നൊരു കാലമില്ലേ? ചൈൽഡ്ഹുഡ് ഈസ് ദയർ. അപ്പോൾ വയസ്സാകുമ്പോൾ ചെറുപ്പവും കിടക്കും. വയസ്സായവർ അതുകൊണ്ടാണ് ബഹുമാനിക്കണം, അവരെ അവഗണിക്കരുതെന്ന് പറയുന്നത്. അവർ നമ്മളെപ്പോലെ ചെറുപ്പമായിരുന്നു എന്ന് ആലോചിക്കണം. ഞാൻ ഈ ഇത്തരം റൈമുകൾ ഒരു കുറേ വായിച്ചിട്ടൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ എനിക്ക് പണ്ട് പോലെ വലിയ ഇഷ്ടമായിരുന്നു ഈ സാധനം. പക്ഷേ താൻ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മുഴുവനായില്ല. അതായത് ഇത് എളുപ്പമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്കിതിൽ നല്ല ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഇത് അസാധ്യമോ അല്ലെങ്കിൽ അങ്ങനെ ബാലികറാമാലയൊന്നുമല്ല. പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം ഈ സംഭവം. നിങ്ങൾ കാണുന്ന പോലെ ചുമ്മാ അങ്ങോട്ട് ഇടത്തേക്ക് കൊണ്ട് എഴുതാനൊന്നും പറ്റില്ല. കുട്ടികളുടെ ഒരു സിമ്പിൾ വാക്ക് വെച്ചിട്ട് എഴുതുന്നൊരു സാധനം. അത് ഒരേ സമയം സിമ്പിളും എന്നാൽ ടഫുമാണെന്ന് പറയാം. അങ്ങനെ പറയാൻ പറ്റും. അതാണ് എൻ്റെ ഉത്തരം. ഈ നേരത്തെ പറഞ്ഞ പോലെ കവി, ഗാനരചയിതാവ് എന്ന് പറയുന്ന രണ്ട് റോളുകളുണ്ടല്ലോ. പലപ്പോഴും കവി ആയിരിക്കുമ്പോൾ നമ്മളുടെ സ്പേസാണ്, നമ്മുടെ പേനയാണ്, നമ്മുടെ പേപ്പറാണെന്ന് പലരും പറയാറുണ്ട്. അവിടെ ഒരു കുറച്ചുകൂടെ ഫ്രീഡം, ഒരു റൈറ്ററിൻ്റെ സ്വാതന്ത്ര്യം കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ടോ? ഈ സാങ്കേതികമായിട്ടൊക്കെ ശരിയാണത്. നമുക്കിപ്പം ഒരു കവിത എഴുതണമെന്ന് എനിക്ക് തോന്നിയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ആവശ്യം വന്നു. നിങ്ങൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്നു, അത് നിർത്തി വയ്ക്കുന്നു. പിന്നെ എഴുതാൻ വയ്ക്കുന്നു. ആ സ്വാതന്ത്ര്യം ഉണ്ട് അവിടെ. പാട്ട് എഴുതുമ്പോൾ അതില്ല. അപ്പം നാളെ രാവിലെ എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നിൽക്കുക. അതൊരു പിന്നെ ഒരു നെറ്റ്വർക്കിംഗ് ആണത്. ഒരുപാട് പേര് ചേർന്നിട്ടുള്ള ഒരു കളക്റ്റീവ് വർക്കിൻ്റെ ഭാഗമാണ്. അതാണ് ഒന്നാമത്തെ അസ്വാതന്ത്ര്യം. പിന്നെ ഈ തീം, ഗിവൺ തീം, ഞാൻ അപ്ലൈഡ് ആർട്ടാണത്, ഒരു ആപ്ലിക്കേഷനാണത്. അതിൻ്റെ പരിമിതികൾ അതിനുണ്ട്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് കൂട്ടിക്കൊള്ളുക. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവ പരിസരത്തിൽ അല്ലാത്തൊരു കാര്യം എഴുതാൻ പറ്റുന്നില്ലേ? ചില സമയത്ത് ഭയങ്കര പുതുമയാണത്. പുതിയൊരു കാര്യം ചെയ്യുകയാണ് നമ്മൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ലവ് സോങ്, ഭയങ്കര നല്ല ലവ് സോങ് ആണ്. ഒരു സിനിമയ്ക്ക്, ഞാൻ സിനിമയൊന്നും പറയുന്നില്ല, സിനിമയിൽ എടുത്തില്ല. അപ്പം ഒരു ഗുജറാത്തി പെൺകുട്ടിയും ഗുജറാത്തി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു മുസ്ലിം പയ്യനും തമ്മിലുള്ള ടീനേജ് ലവ് പോലത്തെ ഒരു സാധനമാണ്. അപ്പം എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഈ മദ്രസയും ഗുജറാത്തി സ്കൂളും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ നഗരങ്ങൾ പോലും ഒരു ഗ്രാമീണതയുണ്ട്. അങ്ങനത്തെ ഒരു സാധനം കിട്ടി, ഒരു പ്രത്യേക സിമ്പിൾ മീറ്ററിന്. അപ്പം സിനിമയുടെ ഡയറക്ടർക്ക് അവിടെ എന്തോ റാപ്പ് പോലൊരു സാധനം വേണം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ക്യാൻസൽ. ഇതെൻ്റെ പക്ഷേ ഞാനത് കളഞ്ഞില്ല, എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. ഇത് കോവിഡ് കാലത്ത് നമ്മുടെ ഷഹബാസ് ഇത് കമ്പോസ് ചെയ്ത് അതൊരു മനോഹരമായ പ്രേമഗാനമായിട്ട് സിനിമയിൽ നിന്ന് വരാത്തത്. സിനിമാ പാട്ട് പോലെ അത്രയും ഒന്നും ഓടിയിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ഒരുപാട് പേർക്ക് അറിയാം പാട്ട്. അതിമനോഹരമായിട്ടുള്ളൊരു സോങ്ങാണ്, എനിക്ക് വലിയ ഇഷ്ടം. അത് കേട്ടിട്ട് എൻ്റെ അടുത്ത് ചില വളരെ മുതിർന്ന
ചില രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, ഇത്രയും റൊമാൻറ്റിക്കായിട്ട് മനസ്സൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മളെ മനസ്സെന്നുള്ളതല്ലത്, ലോകത്തിൻ്റെ മുഴുവനും എലമെൻറ്റ്സ് നമ്മൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു ശേഷി, ഒരു യന്ത്രം നമ്മൾ ഉണ്ടാക്കി വെക്കണം, റിസപ്റ്റീവ്നെസ്. അല്ലാതെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രേമിച്ചിട്ട് ഉണ്ടായ ഓർമ്മയെന്നല്ല ആ പാട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാവാം, ഉണ്ടായിക്കൂടാ. അപ്പോൾ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മാത്രമല്ല ഇതുണ്ടാകുന്നത്, അങ്ങനെ എംപിരിക്കലൊന്നും അല്ല. ഈ ഒരു കവിതയും അങ്ങനല്ല. പാട്ട് മനസ്സിലായില്ലേ? മനസ്സിന്റെ മദ്രസയിൽ. അപ്പൊ ഞാനൊരു മുസ്ലിം വീട്ടിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഞാൻ സത്യം മദ്രസയിൽ പോയിട്ടില്ല, സത്യത്തിൽ പോയിട്ടില്ല. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വേറെ ആയിരുന്നു. പക്ഷെ ഞാൻ ഖുറാനൊക്കെ ഓതിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്നത്. പക്ഷേ അത്തരം ഒരു മൾട്ടി കൾച്ചറൽ സമൂഹത്തിലല്ല ഞാൻ ജീവിച്ചത്, ഗുജറാത്തിയോ ഒന്നുമല്ല. പക്ഷേ എനിക്ക് ഞാൻ അതൊക്കെ കൊച്ചിയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. ഈ ഒരു ഗുജറാത്തി സ്കൂൾ എനിക്കറിയാം, അവിടുത്തെ മൾട്ടി കൾച്ചറൽ ലൈഫിൻ്റെ ഭംഗികൾ, അതിനുണ്ടാകാൻ സാധ്യതകൾ, ഇതൊക്കെ അതിൽ നിന്നൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത് ബോധപൂർവ്വം അബോധപൂർവ്വം നമ്മളെ തലയിൽ കയറുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഭാഷയിൽ ഉള്ള ചെറിയ മീറ്ററുകൾ, ചെറിയ വളരെ കൊച്ചൊരു മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാൻ അറബി നേരെ പഠിച്ച ഒരാളല്ല, പക്ഷേ അറബി വാക്കുകൾ എൻ്റെയും ജീവിതത്തിലുണ്ട്. ഗോവിന്ദ സെന്തയുടെ കൂടെ 1991 ഒരു പാട്ടുണ്ടല്ലോ, ബദറിലെ. അതിലൊക്കെ ഇത്തരം അറബി പദങ്ങളുടെ നല്ല രസമുള്ള കോയിൻ. അതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ഞാനങ്ങനെ എനിക്ക് അറബി മലയാളം ഒന്നും നിരവധിട്ടില്ല. പക്ഷെ എനിക്ക് ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇപ്പം ഉദാഹരണം റഫീഖ് കുമ്പാച്ച, അവൻ പെണ്ണിൽ പാട്ട് എഴുതുന്നുണ്ട്. റഫീഖൊക്കെ എൻ്റെ ഗുരുക്കളാണ് കാര്യത്തിൽ. ഞാൻ അവിടുത്തെ വിളിച്ച് ചോദിക്കടാ ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിക്കാമോ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ അങ്ങനെ പല രീതിയിൽ അപ്ലൈഡ് ആയിട്ടാണ് പാട്ട്. കവിതയിലും ഇത്തരം സംശയം ദൂരീകരണം വരുത്തന്നെ ചെയ്യാം. അത് കവിത എന്തോ വലിയ ആത്മാവിഷ്കാരം മാത്രമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തീർച്ചയായിട്ടും കവിത കമ്പാരിറ്റീവ്ലി സ്വാതന്ത്ര്യം കൂടെയുള്ള മീഡിയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ കുറെ കൂടെ സ്വതന്ത്രമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ സപ്രസ് ചെയ്യുകയൊക്കെ ചെയ്യാവുന്ന ഒരു സാധനമാണ്. ആ വ്യത്യാസം സാങ്കേതികമായിട്ട് വ്യത്യാസമുണ്ട്. പക്ഷേ കവിതയിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ തലച്ചോറിൻ്റെ അകത്തോ നമ്മുടെ മനസ്സിൻ്റെ അകത്തോ നമ്മുടെ സത്തയ്ക്കകത്തുനിന്നോ നമ്മുടെ സത്വത്തിൻ്റെ അകത്തുനിന്നുള്ള സാധനം അങ്ങോട്ട് എടുത്ത് പുറത്ത് വെച്ച് കൊടുക്കുക. ആളുകൾ ഇത് അങ്ങോട്ട് കാക്ക വന്ന് മാംസം കൊത്തുപോലെ കൊത്തിക്കൊണ്ടു പോവുകയല്ല ചെയ്യുന്നത്. ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തു കൊള്ളുകാരായൊന്നുമല്ല. നമ്മൾ ലോകത്തിൻ്റെ മറ്റുള്ളവർ, ഇപ്പോൾ നിങ്ങളുടെയും മറ്റു മനുഷ്യരുടെയും ഒക്കെ തന്നെ ജീവിതത്തിൽ നിന്നും കൂടെയാണ് നമ്മൾ ഒരു ഭാഷയാണ് എഴുതുന്നത്. ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഭാഷയാകുമ്പോൾ നമുക്ക് ഓതർഷിപ്പ് കിട്ടും എന്നുള്ളതാണ് ഞാനങ്ങനെ അതിനെ കാണുന്നത്. ഇപ്പം നേരത്തെ റൊമാൻറ്റിക് പാട്ടുകളുടെ കാര്യം പറഞ്ഞു. സുഡാനി ഫ്രം നൈജീരിയ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടുകൾ, കുമ്പളങ്ങിയിലെ പാട്ടുകൾ, ഇതൊക്കെ പ്യുവർലി നമ്മൾ കേട്ട് വന്ന റൊമാൻറ്റിക് പാട്ടുകളായിരുന്നില്ല. പക്ഷെ അതിനകത്ത് എവിടെയോ നമുക്ക് ഈ സ്നേഹവും പ്രണയവും ഒക്കെ ഫീൽ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. ഡയറക്റ്റ് അത്തരം വാക്കുകളോ പദങ്ങളോ ഇമേജുകളോ കൊടുക്കുന്നില്ല. പക്ഷെ ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിലൊരു പ്രണയം ഉണ്ടാവുന്നുണ്ട്, സ്നേഹം ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു മാജിക് ഉണ്ടല്ലോ, ഇതിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ അതിലെ ഒരു ഹൈ എന്താണ്? അത് നിങ്ങൾ പറയുന്നതല്ലേ. ഇപ്പം അതിൽ ഇമേജൊക്കെ ഉണ്ടല്ലോ, ഇമേജറി ഉപയോഗിച്ച്. ഇപ്പോൾ ചെരാതുകൾ എന്നുള്ള പാട്ട് ഭയങ്കര മെറ്റഫോറിക് സോങ് ആണ്. പകലിൻ നനമേ തോർത്താനിറങ്ങും വെയിലായി, അപ്പോൾ ഒരു അമ്മയും കുഞ്ഞും പശുവും കിടാവും ഒക്കെ ഉണ്ട് അതിൻ്റെ. അപ്പോൾ അത് ഇമേജ് ഓറിയൻറ്റഡ് ആണ്. ഇമേജ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പാട്ടുകളുമുണ്ട്, ഇമേജ് ഓറിയൻറ്റഡ് അല്ലാത്ത പാട്ടുകളുമുണ്ട്. നമ്മളിതൊരു എക്സ്പീരിയൻസ് ഭാഷയ്ക്കകത്തേക്ക് ട്രാൻസ്ഫോം ചെയ്യലാണ്. അത് കവിതയിലും പാട്ടിലും കോമൺ ആയിട്ട് തന്നെ അത് ഉള്ളൊരു ഘടകമാണ്. മനുഷ്യാനുഭവത്തെ നമ്മൾ സൂക്ഷ്മമായ ഭാഷയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യലാണ്. ആ ട്രാൻസ്ഫോം ചെയ്യുന്ന പണി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിനാണ് മരുന്ന്. നിങ്ങളുടെ ആ മരുന്ന് വേണം. ആ വെടിമരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ദുർബലമാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാട്ട് കവിത ദുർബലമാവും. ഇതാണ് എൻ്റെ അത്ര എനിക്കത് ഞാൻ എന്നെക്കുറിച്ചല്ല പറഞ്ഞത്, ജനറലി അതാണ് അതിൻ്റെ ഒരു സയൻസ് എന്ന് പറയാം, അതിൻ്റെ പ്രോസസ്സ്. പക്ഷേ അല്ലാതെ ഇപ്പം ഞാനെഴുതുന്ന പാട്ടിലൊരു ഡിഫറൻസ് ഉണ്ടെന്നുള്ള എല്ലാവരും പറയാറുണ്ട്. ഇപ്പോൾ പല ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞ ഈ അടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ ഇതേ ചോദ്യം വന്നതാണ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുന്നത് എനിക്ക് സന്തോഷം എന്ന് എനിക്ക് പറയാനുള്ളൂ. അത് എൻ്റെ ഒരു മെയ്ക്ക്. പിന്നെ ഇപ്പം ഞാനൊരു പരമ്പരാഗതമായ തരം കാവ്യ വിദ്യാഭ്യാസമായിരുന്നില്ല എൻ്റെത്. മലയാളത്തിൻ്റെ പരമ്പരാഗത കാവ്യ വിദ്യാഭ്യാസം ഒരു പ്രോ ഹിന്ദുവിക്കായ മിത്തോളജിയും രാമായണം, കിളിപ്പാട്ടുകൾ, അതൊക്കെ ഞാൻ കുറച്ചുകൂടെ കോളേജ് പഠിക്കുമ്പോൾ പിന്നീട് വായിച്ച് പഠിച്ചു എന്നുള്ളതല്ലാതെ കുട്ടിക്കാലത്ത് ആ ഒരു സംസ്കാരത്തിനല്ല. എന്നാൽ എനിക്ക് ഒരു മുസ്ലിം സാമുദായിക ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമായ ഒരു ബാക്ക്ഗ്രൗണ്ടും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം പൊതുവെ നോമാൻസ് ലാൻഡിൽ നിന്ന് വന്ന് കുറച്ച് വലുതായതിനു ശേഷം കുറച്ച് പലത്തിനായിട്ട് ഈ ആട് പല ചെടികൾ കടിക്കുന്ന പോലെ അപ്പോൾ പലതരത്ത് പോയി ഇത് കടിച്ച് പറിച്ച് അങ്ങനെ ഉണ്ടായ ഒരു വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടായിരിക്കും ആ ലിമിറ്റേഷനിൽ നിന്നായിരിക്കും എനിക്ക് ഞാൻ മുമ്പ് ഒരു ഇൻ്റർവ്യൂ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറയാം. കോൺഷ്യസ്ലി തന്നെ എനിക്ക് ഈ പ്രോ ഹിന്ദുയിക് മിത്തോളജീസ് പാട്ടിക്കൊണ്ടിരുന്നത് ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അല്ലാതെ എനിക്കിഷ്ടമല്ല. ചുമ്മാ ഒരു വരി വരുമ്പോൾ തന്നെ
അപ്പം ഞാൻ ഉദ്ധരിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് പ്രശ്നമാണ് പ്രശ്നം. അല്ല, ഭാസ്കര മാഷ ഉദ്ധരിക്കാൻ കുഴപ്പമില്ല, വലിയ റിസ്ക്. എപ്പോഴും പറയാം ഈറനെടുത്തുകൊണ്ട് അമ്പലം ചുറ്റുന്ന, ഇപ്പം ഈ മേഘം ഇങ്ങനെ പോണത് പോലെ ഈറനെടുത്തുകൊണ്ട് അമ്പലം ചുറ്റുന്നൊരു സ്ത്രീയായിട്ടാണ്. അത് ആ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അത് ദീർഘകാലം നമ്മുടെ സാഹിത്യത്തിൻ്റെ തൊണ്ടത്. അതുപോലെ വയലാറൊക്കെ ഇഷ്ടം പോലെ മെത്തോളജിയിൽ നിന്ന് എടുത്തിട്ടാണ്. മെത്തോളജിയിൽ നിന്ന് കാളിദാസിൽ നിന്ന് മെറ്റഫറുകൾ എടുക്കുക, മെത്തോളജിയിൽ നിന്ന് കഥകൾ എടുക്കുക, അഹല്യയുടെ സാധനം എടുക്കുക. അപ്പം അങ്ങനെയുള്ളതൊന്നും എടുത്തിട്ടുള്ള പാട്ടുകൾ ഉണ്ടാക്കുന്നത് സിനിമയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. അപ്പം ഞാൻ മലയാള ഭാഷയിൽ കുറച്ചുകൂടെ സെക്കുലറായ അറ്റംപ്റ്റ് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹം. മറ്റേത് അപ്പോൾ എനിക്ക് ഒരുപാട് പദങ്ങൾ എനിക്ക് ഉപയോഗിക്കാൻ മടി വരും. അതേപോലെ തന്നെ നമ്മൾ പുതിയ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെതായ ഒരുപാട് ശ്രദ്ധിക്കും. അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് വളരെ കുറച്ച് വാക്കുകളേ ഉള്ളൂ പ്രയോഗിക്കാൻ. ലിമിറ്റഡ് ആയി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇപ്പോൾ ലിമിറ്റേഷൻ, ആ ലിമിറ്റേഷൻ്റെ അകത്ത് നിന്ന് നമ്മൾ പുതിയ കോയിനേജ് ഉണ്ടാക്കേണ്ടി വരികയാണ്. അത് ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം നിങ്ങളെപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പലരും ഇത് ഇപ്പം ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ചോദിക്കുമ്പോൾ എനിക്കൊന്ന് അതൊരു പുതുമ ആവുന്നുണ്ടാവണം. അത് പുതുമയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതിൽ സന്തോഷം.